ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ കുഞ്ഞിൻ്റെ ഷോപ്പ് ഓപ്പണിങ്ങിൻ്റെ വീഡിയോ ഉണ്ട്. ഇതതിൻ്റെ തലേ ദിവസത്തെ രാത്രിത്തെ വീഡിയോ കേട്ടോ. രാത്രി ഒരു 10 മണി 11 മണി ടൈമിലൊന്നും കാത്തുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ ഓക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കിടന്നതും കൂടിയിട്ട് കാത്തുമിക്ക് വീണ്ടും ഛർദിയും ലൂസ് മോഷനൊക്കെ കൂടി ആൾ ആകെ തളർന്നു. അത് തീരെ വയ്യാത്ത പോലെ ഏട്ടാ. നമ്മൾ വീണ്ടും എഴുന്നേറ്റ് അവൾക്ക് പനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പനീരം മരുന്നും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു. പിന്നെ ചെറിയ പിള്ളേർക്ക് മരുന്ന് കൊടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കുട്ടികളുള്ളവർക്ക് നന്നായിട്ട് അറിയാം. കാരണം വാശി വിഷമം കൊടുക്കണം നമ്മളെ ഭയങ്കര ശത്രുക്കളായിട്ടായിരിക്കും അവർ കാണുക. ഏട്ടനായുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാട്ടെ എപ്പോഴും മരുന്ന് കൊടുക്കാറ്. അതിൻ്റെ ഒരു വിഷമവും പിണക്കം അവൾക്ക് എന്നോടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യും, നമ്മളെ മക്കളെ അസുഖം മാറണ്ടേ. അങ്ങനെ നാളെ കുഞ്ഞിൻ്റെ ഷോപ്പ് ഓപ്പണിങ്ങിന് പോകാൻ പറ്റുമോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ് ഞാനും ഏട്ടനിരിക്കുന്നത്. കാരണം കാത്തിന് അത്രയ്ക്കും വയ്യ, ശരീരം മൊത്തം നല്ല പനിയും കാര്യങ്ങളൊക്കെ. എനിക്കതിൽ അവളിങ്ങനെ കണ്ണൊക്കെ തുടയ്ക്കണപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടാണ്. അവൾക്ക് സങ്കടം വരിക. ആൾക്ക് ആരും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അവളെ വയറ്റിൽ നിന്ന് പോകുമ്പോൾ അത് കിടക്കേമയാവുമോ, അവളെ കാലുമ്മയാവണം, അത് അമ്മ തുടച്ച് തരണ്ട, അങ്ങനത്തെ വിഷമം. അവൾ ഛർദ്ദിച്ചു, അമ്മ ഛർദ്ദിച്ചു എന്നൊക്കെ ഭയങ്കര വിഷമത്തോടെ പറയാം നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നതിന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പുലർച്ചെ 4 മണി വരേക്ക് അവളങ്ങനെ മടിയിൽ വെച്ചിരുന്നുണ്ട്. നമ്മൾ ഒരു പോള പോലും കണ്ണടയ്ക്കാതെ 4 മണി വരേക്ക് അവളങ്ങനെ മടിയിൽ വെച്ച് ഇങ്ങനെ തട്ടി കൊടുത്തിട്ടാണ് അവളൊന്ന് ഉറക്കിയത്. അവൾക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, വയറുവേദനിക്കുന്നുണ്ട്, കാര്യങ്ങളായിട്ട് അവൾക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, ഇടയ്ക്ക് തന്നെ വയറ്റിൽ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ആ മരുന്നെല്ലാം കുടിച്ചതിൻ്റെ തോന്നുന്നു ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും അവൾ ഓക്കെ ആയിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഒരു 7 മണിയാകുമ്പോൾ വേഗം തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. കാരണം നമ്മൾ കുഞ്ഞിൻ്റെ ഷോപ്പ് ഓപ്പണിങ്ങിന് വേണ്ടി കൊടുങ്ങല്ലൂർ എത്തണമല്ലോ. നമ്മൾ ശരിക്കും 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നാണ് പറഞ്ഞതെങ്കിലും ഞാൻ എഴുന്നേൽക്കുമ്പോൾ 7 മണിയായിട്ട് നമുക്ക് തല പൊന്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ അച്ഛനും അമ്മേനെ വിളിച്ച് എഴുന്നേൽപ്പിക്കേണ്ടി വന്നു. അവരും ഉറക്കത്തിൽ വിട്ടു. ഞാൻ വേഗം അവരും വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, വേഗം കുളിച്ച് ഡ്രസ്സ് മാറിക്കോ, നമുക്ക് പോകണ്ടേ പറഞ്ഞു. അങ്ങനെ നമ്മളെ കാത്തുമ്പോൾ നല്ല ക്ഷീണത്തിലുള്ള ഉറക്കമാണ്. അപ്പോൾ അവൾ കുറച്ച് നേരം കൂടെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അനക്കാൻ പോയില്ല. പിന്നെ ഞാൻ വേഗം തന്നെ അടുക്കളയിൽ പോയി പൊടിരികഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം പുറത്തത്തെ ഫുഡൊന്നും കറക്റ്റായിട്ട് ഇപ്പോൾ കാത്തുപിക്ക് കൊടുക്കണ്ടല്ലോ. പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡും കഞ്ഞി തന്നെയാണ് കേട്ടോ. അത് ഞാൻ കുറച്ച് കഞ്ഞി എടുത്തിട്ട് അടുപ്പത്ത് കയറ്റുന്നുണ്ട്. അതാകുമ്പോൾ അവളെ വിശപ്പ് മാറും. ഇപ്പം കഴിക്കുന്ന ഫുഡെല്ലാം ഛർദ്ദിച്ച് പോകണോണ്ട് തന്നെ അവൾക്ക് നല്ലവണ്ണം വിശക്കുന്നുണ്ട്. എന്തെങ്കിലും കഴിച്ചാൽ അപ്പം പോവെങ്കിലും അവൾ ചോദിക്കും, അമ്മ പാപ്പു വിശക്കണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അവളെ എഴുന്നേൽക്കുമ്പോഴേക്കും കഞ്ഞിയാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് കയറ്റിയത്. പിള്ളേർക്ക് നമ്മളൊക്കെ പിന്നെയും പേടിച്ചിട്ട് ഫുഡ് കഴിക്കില്ല. ഈശ്വരഞ്ഞ് വയറ്റിൽ നിന്ന് പോകുന്നൊക്കെ പേടിച്ച് നമ്മൾ ഫുഡ് കഴിക്കില്ല. പക്ഷെ പിള്ളേർക്ക് അതറിയില്ലല്ലോ. അവർ കഴിക്കും, പിന്നെ വീണ്ടും ഛർദ്ദിക്കും. പക്ഷെ ചെറിയ പേടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് മറ്റുള്ള ഫുഡെല്ലാം കഴിക്കാൻ. കഞ്ഞി അവൾക്ക് ഇഷ്ടമായതുകൊണ്ട് അത് കുടിക്കണു എന്നുള്ളൂ. പിന്നെ കുളിക്കാനുള്ള വെള്ളം വെച്ചു. അതേപോലെ ഇന്നലെ രാത്രിയും കാത്തുമ്മിക്ക് വിശന്നിട്ട് ഞങ്ങൾ ആപ്പിൾ മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തൊലിയൊക്കെ അവളുടെ തന്നെ ഏട്ടൻ വെച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ ഞാൻ ഒന്ന് ക്ലീനാക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം പോയിട്ട് പല്ല് തേക്കാൻ നോക്കിയാണ്. പല്ലെല്ലാം തേച്ച് ഒന്ന് ഫേസ് കഴുകലും ഫേസ് ടയർ റിമൂവ് ചെയ്യലും ഒന്നും ഇന്നലെ നടന്നില്ല കേട്ടോ. ശരിക്കും അങ്ങനത്തെ പരിപാടിയൊക്കെ തലേദിവസമായി ചെയ്തിരിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് എൻ്റെ മേത്തുനിന്ന് കാത്തുവിനെ മാറ്റി വയ്ക്കാൻ പോലും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. എൻ്റെ ഫേസിലൊക്കെ അത്യാവശ്യം ഹെയർ ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാനതെല്ലാം ഫേസ് വാഷ് ഫേസിലിടും, എന്നിട്ട് ഹെയർ കളയുക. അപ്പോൾ നമ്മൾ ഫേസ് മുറിയോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ഹെയറും നന്നായി പോയി കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാൻ അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നലെ ഞാൻ എൻ്റെ ഇടയിലൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഒരു ഉച്ചയാകുമ്പോൾ. അപ്പോൾ ഞാൻ കുപ്പിവെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നു നിൽക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇതെല്ലാം ഇട്ട് വയ്ക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ചൂടുവെള്ളമാവാൻ ടൈം എടുക്കും. അതിൻ്റെ ഉള്ളിൽ അതെല്ലാം എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കാത്തും എഴുന്നേറ്റ് കഴിഞ്ഞതൊക്കെ ചിലപ്പോൾ എറിഞ്ഞ് പൊട്ടിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കുപ്പിവെള്ളം ഭയങ്കര ഇഷ്ടമാണ് കൈമിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വലിയ വളകൾ ഇട്ട് കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്ന് ഊരി പോയി നിറയെ ഇങ്ങനെ വളകൾ എൻ്റെ പൊട്ടി പോയിട്ടുണ്ടായത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് സ്റ്റാൻഡ് മേടിക്കാൻ കാരണം. പിന്നെ ഞാൻ അങ്ങനെ വളയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നേക്ക് ഇടാൻ വേണ്ടി ഞാൻ മേടിച്ച റെഡ് വളയാട്ടെ. അപ്പോൾ ഇത് ഞാൻ ബ്ലാക്ക് സാരി കൊടുക്കണം. അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. എനിക്ക് അതെല്ലാം കുപ്പിവെള്ളയുടെ ശബ്ദം കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞാൻ കാത്തുമ്മനെ പോയി വിളിക്കുകയാണ്. കാത്തുമ്മ നല്ല ക്ഷീണത്തിലുള്ള ഉറക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ വിളിച്ചിട്ടാണ് അവൾ എഴുന്നേക്കുന്നത്. കാത്തുമ്മ പോവുക, നമുക്ക് കുഞ്ഞേരുടെ അടുത്ത് പോവാന്ന് ചോദിക്കുമ്പോഴാണ് ഈ അനങ്ങുന്നത്. കുഞ്ഞാന്നുള്ള പേര് കേൾക്കുമ്പോൾ അനങ്ങുന്നത്. പിന്നെ അങ്ങനെ എടുത്ത് എഴുന്നേപ്പിച്ചിരുത്തിയപ്പോഴും കുട്ടി ഇരുന്ന് ഉറങ്ങുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഉമ്മ എന്നേ പറഞ്ഞപ്പോൾ ആൾ വേഗം എഴുന്നേറ്റ് അമ്മയ്ക്ക് ഉമ്മ. അപ്പോൾ ഞാൻ അപ്പയ്ക്ക് ഉമ്മ കൊടുക്കുന്നു പറഞ്ഞിട്ട് വിട്ടയച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ.
അവൾ ക്ഷീണം കൊണ്ട് തന്നെ അവൾ അവിടെ കിടന്നുറങ്ങി. അവളിങ്ങനെ കിടന്നുറങ്ങണമെന്ന് എനിക്ക് ഭയങ്കര വിഷമം. കാരണം തീരെ ഉറക്കില്ലാത്തൊരു കുട്ടി. ഞാൻ ഇപ്പോൾ ഏത് വീട്ടിലും ഞാൻ പരാതി പറയുന്ന കേസാണ് അവളെ കുറിച്ചിട്ട്. അവൾക്ക് ഉറക്കേ ഇല്ല. അവൾ രാവിലെ ഒരു 7 മണി കഴിയുമ്പോൾ നമ്മൾ ഒന്ന് എന്നെങ്ങനെ ശബ്ദം കേട്ടവളെ എഴുന്നേറ്റ് കുത്തിയിരിക്കുന്ന ഒരാൾ നമ്മൾ ഇത്ര വിളിച്ചിട്ടുള്ള എഴുന്നേക്കണില്ല. പിന്നെ ഞാൻ എന്നോട് ചൂടായി തുടങ്ങി. എഴുന്നേക്ക് നേരം പോയി, ഇത്ര മണിയായെന്ന് കൊണ്ട് ഞാൻ അവനോട് ചൂടായിട്ട് ഞാൻ കുളിക്കാനുള്ള വെള്ളം എടുക്കാൻ പോയതാണ്. അപ്പോൾ ആ നേരത്തിനുള്ളിൽ നമ്മൾ കാത്തുമ്പോൾ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഏട്ടനും എഴുന്നേൽക്കുന്നുണ്ട്. അവൾക്ക് വൈകിട്ട് അതാണ് അവൾ ഇങ്ങനെ കിണങ്ങി നിൽക്കുന്നത്. അല്ലെങ്കിൽ അവൾ എഴുന്നേറ്റ് അവൾ നോർമലായിട്ട് ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇരുന്നോളും. അതിൻ്റെ ഇടയിൽ അവൾ വീണ്ടും മേത്ത് കിടക്കുന്നുണ്ട്, ഉറങ്ങാൻ പറ്റുന്നില്ല. കുട്ടിക്ക് ഉറക്കമോ കാര്യങ്ങളോ ഒന്നും സുഖമാവണില്ല. അതേപോലെ തന്നെ കാത്തുമ്മ സാധാരണ അധികം തടിയില്ലാത്തൊരു കുട്ടിയാണ്. പക്ഷെ ഇങ്ങനെ വയ്യാതെ കൂടി ആയപ്പോൾ നല്ലോണം ക്ഷീണിച്ചു വിട്ടാ. തടിയൊക്കെ കുറഞ്ഞു. അവൾ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും അത് ദേഹത്തിരിക്കണില്ലല്ലോ, ഒപ്പനെ ഛർദ്ദിച്ച് പോവല്ലേ. പിന്നെ കുറേ നേരത്തേക്ക് ഇങ്ങനെ കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ അവളോട് ഹോസ്പിറ്റലിൽ പോകണോ അല്ലെങ്കിൽ കുഞ്ഞേരെ അടുക്ക് പോകണോ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു കുഞ്ഞേരെ അടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം എഴുന്നേറ്റ് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ അവളെയും കൊണ്ടുപോയി കുളിപ്പിച്ചെല്ലാം കൊടുന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവൾക്ക് കഞ്ഞി കൊടുക്കാം. കുളിപ്പിച്ച് വന്നതാണ്, പക്ഷെ എന്നാലും കുട്ടി ക്ഷീണത്തിൽ കിടപ്പ് തന്നെയാണ്. കുട്ടിക്ക് അങ്ങനെ എഴുന്നേറ്റിരിക്കാനൊന്നും വയ്യ. കഞ്ഞി കുടിക്കാനും ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു കഞ്ഞി കുടിച്ചാലാണ് കുഞ്ഞേരെ അടുത്ത് കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു 4-5 വയങ്കിലും കഞ്ഞി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുട്ടികളെല്ലാവരും പെട്ടെന്ന് തളർന്നു പോയില്ലേ. അങ്ങനെ ഇതാ ഞാൻ കഞ്ഞീനെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് ഇഷ്ടമാണ്. അവൾ കൂടുതലും പൊടിയരിഞ്ഞ് കുടിക്കുക എൻ്റെ അച്ഛമ്മേരെ അടുത്ത് പോകുമ്പോഴാണ്. തറവാട്ടിൽ പോകുമ്പോൾ അച്ഛമ്മ കഞ്ഞി കുടിക്കുമ്പോൾ അപ്പം അവളും കുടിക്കാറുണ്ട് കേട്ടോ. അച്ഛമ്മേന്ന് കഞ്ഞിയും ചമ്മന്തിയൊക്കെ അവളും കഴിക്കാറുണ്ട്. അവൾക്ക് പൊടിയരി കഞ്ഞിയൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ വയ്യാത്തതിൻ്റെ ചെറിയൊരു മടിയും കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ, ഒരുപാടൊന്നും കുടിച്ചില്ലെങ്കിലും കുറച്ച് കഞ്ഞി കൊടുത്തു. പിന്നെ അവൾക്ക് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അവിടെ കെടുത്തി പുതച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് തണുക്ക് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പുതച്ചവിടെ കെടുത്തി. ഇനി നമുക്ക് പോകണ നേരത്തെ അവൾ എടുക്കല്ലേ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴെന്നെ ടൈം ഒരു 7:30-7:45 കേട്ടോ. ഇനി ഞാൻ വേഗം തന്നെ ഡ്രസ്സെല്ലാം മാറാൻ നോക്കട്ടെ. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ. പക്ഷെ ഞാൻ മേക്കപ്പ് ചാനലൊക്കെ എടുത്തു കൊടുത്തപ്പോൾ നമ്മൾ കാത്തുമ്പോൾ എഴുന്നേറ്റിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണാനും ഇതൊക്കെ ഒന്ന് ഇട്ട് തരുമോ ചോദിക്കാനും. അതേപോലെ തന്നെ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ മീത്തേൻ്റെ അടുത്ത സ്വാമീൻ്റെ വീഡിയോ ഇട്ടതിൽ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കാത്തുവിന് കുറച്ച് മേക്കപ്പ് ചെയ്യായിരുന്നു, കാത്തുമ്മേനെ ഭയങ്കര സിമ്പിളാക്കിയെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ അവൾക്ക് ബേബി ക്രീം അല്ലെങ്കിൽ ബേബി ഓയിൽ അങ്ങനത്തെ 1-2 സാധനങ്ങളല്ലാതെ വേറെ ഒരു ഐറ്റംസും അവളെ ഫേസിൽ ഞങ്ങൾ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. വേറൊരു ലിപ്സ്റ്റിക്കോ ഫൗണ്ടേഷനോ വേറെ ക്രീമുകളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ അവൾക്ക് യൂസ് ചെയ്യാറില്ല. അവളുടെ ബേബി ക്രീമും കാര്യങ്ങളും തന്നെയാണ് അവൾക്ക് ഇട്ട് കൊടുക്കുക. അത് എത്ര വലിയ പരിപാടിയാണെങ്കിലും എത്ര ചെറിയ പരിപാടിയാണെങ്കിലും ഞങ്ങൾ അത് തന്നെയാണ് അവൾക്ക് ചെയ്ത് കൊടുക്കാറ്. അവളെ ബർത്ത്ഡേക്കും നമ്മൾ വീട്ടിൽ ഓരോ വലിയ പരിപാടികൾക്കടക്കം നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ അതിലായിട്ട് നെഗറ്റീവ് കൊണ്ടുവരണ്ടേ. ഇന്നും അവൾ അത് തന്നെ ചെയ്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ബേബി ക്രീം പോലും അവൾ ഇട്ടുണ്ടാവില്ല. കാരണം അവൾക്ക് വയ്യാത്തതുകൊണ്ട് അതൊന്നും അവൾ സമ്മതിച്ചിട്ടില്ല. ഇങ്ങനത്തെ വല്ല ഐറ്റംസൊക്കെ ഇട്ടുതരാമെന്ന് പറഞ്ഞ് പിന്നെ അവൾ സമ്മതിക്കും. ആൾക്കല്ലാതെ ബേബി ക്രീമൊന്നും ഉണ്ടെങ്കിൽ വലിയ താല്പര്യമില്ല. നമുക്കാണെങ്കിൽ ഇങ്ങനത്തെ ഇട്ട് കൊടുക്കാനും താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ അധികം കഷ്ടപ്പാടൊന്നും നിൽക്കാറില്ല. പിന്നെ ഇതാ ഞാൻ വേഗം പോയി സാരി കൊടുത്ത് വന്നു. പിന്നെ ഞാൻ ഈ മെറൂൺ കളർ കുപ്പികളായിട്ട് ഇട്ടത്. അതിൻ്റെ ഇടയിൽ അവിടെ ഏട്ടൻ്റെ എന്തോ ഡ്രസ്സ് കണ്ടപ്പോൾ ഞാൻ മാറ്റിയിട്ടതാണ്. അതിനത് അവർക്ക് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കൈമ വളയും ഒരു കൈമ വാച്ചും കെട്ടാന്ന്. അതാകുമ്പോൾ സിമ്പിളായിട്ട് പോവാമല്ലോ. പിന്നെ ഇതാ ഈ ഒരു കമ്മൽ ഞാൻ ഇന്നലെ 175 രൂപയ്ക്കാണ്ട് മേടിച്ചേട്ടാ. നല്ല കമ്മലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് വേണ്ടി ഞാൻ ശോഭയിൽ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ സ്റ്റാളുകളിൽ ഇടില്ലേ, അവിടെ ഇതിൻ്റെ ഇങ്ങോട്ടും കുറച്ചും കൂടി വലിയ കമ്മൽ നോക്കി 795 രൂപ. ഞാനത് അവിടെ വെച്ചോളം പറഞ്ഞു. പിന്നെ ഞാൻ സ്ഥിരം വേറൊരു അണ്ണാച്ചി കടയുണ്ട്, പ്രിയങ്ക, നമ്മളെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ. അതിനെ കൂടുതൽ അണ്ണാച്ചി കട എന്ന് പറയാൻ തോന്നുന്നു. അവിടെ നിന്ന് ഈ ഒരു കമ്മലിക്ക് 175 രൂപ കിട്ടിയിട്ട്. പക്ഷെ നല്ല കമ്മലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം എങ്ങനെ പോണ്? അങ്ങനെയാണ് എൻ്റെ അറിവില്. ഇന്നത്തെ പരിപാടി എന്താ അങ്ങനെ ചോദിക്കണം. ഇപ്പൊ എങ്ങട്ടാ പോണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റക്ക് റോഡിലാണ് കുഞ്ഞന്റെ അച്ചുവിന്റെ ഷോപ്പ് ഉദ്ഘാടനമാണ്. ഇപ്പൊ സമയം ഏകദേശം 8:30 ആയിട്ടുണ്ടാവും. എന്നിട്ട് വേണം ഇനി വീട്ടിൽ പോയിട്ട് അവരേനെ എടുത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോവാൻ. അവിടെ പോയിട്ട് എനിക്ക് കുഞ്ഞിന്റെ സാരി ഉടുപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ കാത്തുമ്മയ്ക്ക് തീരെ വയ്യ. ഇന്നലെ രാത്രി ഫുള്ളും ഛർദിയുമായിരുന്നു. പോക്കായിട്ട് രക്ഷയില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു വിചാരിച്ചിട്ട് ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്.
ഏട്ടനോ? ഞാൻ പ്രതീക്ഷിച്ചു. ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും അതിന് മരുന്നൊക്കെ കുറച്ചൊക്കെ ഒതുങ്ങി. 2 ദിവസമായിട്ട് ഉറക്കം നല്ലോണം ഉണ്ട്. കണ്ണൊക്കെ ബൾബായിട്ടിരിക്കണം. ഞാൻ എത്തി തലവേദനിച്ചിട്ടാണ് അതിനും അപ്പുറം. ഈ പരിപാടി ഒന്ന് കഴിഞ്ഞിരുന്നായിരിക്കും സെറ്റായിരുന്നാ മതി. കുഞ്ഞിന്റെ അടുത്ത് പോവാന്ന് പറഞ്ഞാലാണ് ആശാത്തി കുളിച്ചതൊക്കെ. കത്തുമ്മ എങ്ങോട്ടാ പോണ്ട്? എന്നൊക്കെ പോവാതിരുന്നാലോ, വീട്ടിലിരുന്നാലോ? ഇവരെന്തിനാ ഇവിടെ ലൈൻ ഇറങ്ങണേ? എനിക്ക് മനസ്സിലാവാത്ത കാര്യ. ഈ സൈഡിൽ എന്തിനാ ലൈൻ ഇറങ്ങുന്നത്? അപ്പൊ അങ്ങനെ അവരെന്തായിണ്ടാവും എനിക്ക് അറിയില്ലാട്ട് ഞാൻ എഴുന്നേറ്റിട്ട് അവരെ വിളിച്ച് എഴുന്നേപ്പിച്ചേ. ഞാൻ വെച്ചാൽ അവരൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവുന്നു. നോക്കിയപ്പോ ഞാൻ ഡീസൽ അടിക്കണം, പക്ഷെ അടിക്കാൻ പറ്റില്ല. അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുക. ഇത് ഫുള്ളായാലാണ് ഡീസൽ അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടാ? എന്റെ ഇടയിൽ ഡീസൽ തീർന്ന വഴിയിലിപ്പോ വണ്ടി ഇപ്പൊ ഓഫാക്കാൻ പാടില്ല. നമുക്ക് ഇവിടുന്നാണ് അടിക്കേണ്ടത്. എന്ത് ചെയ്യും? ഓഫാക്കാൻ പാടില്ല വണ്ടി. വീടെത്തിയാലും ഓഫാക്കാൻ പാടില്ല. ഇത് ഇവിടെ വരെ എത്തണം. മനസ്സിലായ? വേറെ തലവേദനിച്ചിട്ട് വയ്യാട്ടെ എനിക്ക്. കണ്ണൊക്കെ വേദനിക്കണം. എനിക്കും കണ്ണ് കടയ. രക്ഷയില്ല. അയ്യോ, സാരും നേരത്തെ കൊടുത്തിട്ടില്ല. ഞാൻ തൂക്കി കാത്തുമ്പോ നോക്കിയാവണെങ്കിൽ അത് കുഞ്ഞിനെ സാരി കൊടുക്കുമ്പോ ഞാൻ റെഡിയാക്കാന്ന് വിചാരിച്ചിട്ടാ. അത് കിട്ടിയ രക്ഷപ്പെട്ടു. അതിന് മുന്നേ വാളും പരിചയൊക്കെ കാത്തു എടുത്തു കഴിഞ്ഞാൽ തീർന്നു. ഞാൻ ചുരിദാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ടിട്ട് സിമ്പിൾ ആയിട്ട് നിൽക്കും ഞാൻ. അതും കോട്ടൺ ചുരിദാർ. കുഞ്ഞാ എന്ത് പ്രശ്നം? മരുന്നൊന്നുമില്ല, നല്ല കുട്ടിയായിരുന്നേ. ആൾക്ക് മരുന്ന് കിട്ടുമെന്നുള്ള പേടി. ആൾക്ക് നമ്മള് കഞ്ഞിയും കാര്യമൊക്കെ രാവിലെ കൊടുത്തു. പക്ഷെ മരുന്ന് കുടിക്കേണ്ടി വരുമോ എന്നുള്ള പേടിച്ചിട്ടാണ് കുട്ടി ഇരിക്കുന്നത്. കുട്ടിക്ക് ഓരോ നിമിഷവും ഇങ്ങനെ കഴിയുമ്പോൾ ഞാൻ എപ്പോഴും മരുന്നിട്ട് വെച്ചിട്ട് ഇങ്ങനെ പേടിയാ. ഇന്നലെ രാത്രി അവളെന്നോട് അമ്മ മരുന്ന് തന്നു, ഞാൻ കുച്ചാന്ന് പറഞ്ഞ വിചാരിച്ചു. കുട്ടി നന്നായി. ചില കുട്ടിയല്ലായിരുന്നു ഒറ്റയ്ക്ക് മേടിച്ചു കുടിക്കുന്നത്. അങ്ങനെയാണ് കുട്ടി മേടിക്കൊക്കെ ചെയ്തു. മേടിച്ച് ഇവിടെ എത്തിയപ്പോ കുട്ടിയുടെ മനസ്സില്ലേ വേണ്ടാന്ന് തോന്നി. റിട്ടൺ തന്നതിന്റെ എന്നെ പൂച്ച. 2-3 ദിവസമായിട്ട് ഇപ്പൊ മരുന്നിന്റെ മുകളിൽ തന്നെയാണ്. 5 കുട്ടി ഡോക്ടറെ കാണിക്കാൻ പോവാ ഇഷ്ടം. 5 ഡോക്ടറെ കാണിക്കാൻ പോവാ. കാണിക്കാൻ പോകുന്നത് ഇഷ്ടാ. മരുന്ന് കുടിക്കുന്നത് മാത്രം ഇഷ്ടമല്ല. ഡോക്ടറെ കാണിക്കും. മരുന്ന് ലെവലാശം തൊട്ടിട്ടില്ല. ഇല്ല പറയാൻ പറ്റുമോ? ഞാൻ ഡോക്ടറെ കാണിക്കാറില്ല. ഞാനും ഡോക്ടറെ കാണിക്കാറില്ല. ഞാൻ പിന്നെ വിശേഷം ഉണ്ടാകുമ്പോ ഡോക്ടറെ കാണിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് കാണിച്ചതാ. മരുന്ന് കിട്ടാണ്ട് കാണിച്ചതല്ല. അല്ലാത്ത ഞാൻ ഡോക്ടറെ കാണിക്കാറുണ്ട്. ഞാൻ ചിലപ്പോ എന്ത് വന്നാലും ഞാൻ മാക്സിമം കൊണ്ടുപോകും ഡോക്ടറെ കാണിക്കാതെ. പറ്റില്ല എന്ന് മനസ്സിലായി മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. പിന്നെ വിശേഷം ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കാണിച്ചു. പക്ഷെ മരുന്നൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരുന്ന് കഴിച്ചില്ല അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ അമ്മ കൊറേ പേടിച്ചിട്ടുണ്ട്. ദൈവം സഹായിച്ച പോക്കിന് കുറച്ച് കുറുമ്പ് കൂടുതലല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. എന്താട്ടാ അത് ഇവര് അമ്മ പറഞ്ഞിട്ട് പേടിച്ചിട്ട് ഇവന് എന്നെ ചീത്ത അറിയും. പൊന്നാ മരുന്ന് കഴിച്ചോട്ടെ പക്ഷെ എന്റെ കുട്ടിക്കോട്ട് കുറുമ്പുണ്ടെന്നല്ലോ. അപ്പൊ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം കാണാട്ടേക്ക്. എൻ്റെ വഴിയിൽ യാത്രയിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പറ്റില്ല. അവിടെ എത്തി കഴിഞ്ഞാൽ ഏട്ടൻ കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാം. ഓക്കെ. പിന്നെ അതിൻ്റെ ഇടയിലൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതാ നമ്മൾ കുഞ്ഞിൻ്റെ അവിടെ എത്തിയതും ഞാൻ ആദ്യം പോയിട്ട് കുഞ്ഞിൻ്റെ ഡ്രസ്സെല്ലാം മാറ്റി അവൾക്ക് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്തു. അങ്ങനെ അതെല്ലാം കഴിയുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടെ നിറയെ തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറി നിന്നതാണ് കേട്ടോ. അതിപ്പോൾ എൻ്റെ പാപ്പനാണ്. എൻ്റെ അപ്പുറത്തുനിന്ന് പാപ്പൻ്റെ മോൻ, അപ്പുറത്തുള്ള മേമയാണ് കേട്ടോ. അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരെ കൂടെ നിന്നു. അച്ഛനമ്മയൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ.
പിന്നെ എൻ്റെ ഇടയിൽ ഇങ്ങനെ ബേബി എന്തോ ചോദിച്ചാൽ നമ്മൾ തലാട്ടി കൊടുക്കുന്നതാണ്. അവനല്ല ആൾ, അവൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. കാത്തുമ്പോൾ ഭയങ്കര വാശിയാട്ടോ. ആൾ ഛർദ്ദിക്കാൻ വേണ്ടി അങ്ങനെ ഓരോ ബുദ്ധിമുട്ടിൻ്റെ നല്ലോണം വാശി പിടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പോവാം എന്നിട്ട് സമാധാനിപ്പിച്ച് കെടുത്തും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വാശി പിടിക്കും. അങ്ങനെ ഓരോ ടൈമും കടന്നു പോയി. അങ്ങനെ ഒരു ഷോപ്പൊക്കെ ഉദ്ഘാടനം ചെയ്തു. അവരകത്ത് കയറുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ വീഡിയോയിലായിട്ട് ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത് കാണാൻ പറ്റിയത്. കാരണം ഇത്രയും ദൂരം നിൽക്കണോണ്ട് എനിക്കതൊന്നും കാണാൻ പറ്റിയില്ല. ശരിക്കും വീഡിയോ എടുക്കാനും പറ്റിയില്ല. മെയിനായിട്ട് നമ്മൾ കാത്തുമിക്ക് വയ്യാത്തതുകൊണ്ടായിരുന്നു ഞാനായിരുന്നു ഇങ്ങനെ മാറി അവളെ എടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. കരയുമ്പോൾ അങ്ങോട്ട് എടുക്കും ഇങ്ങോട്ട് എടുക്കും അങ്ങനെ നിൽക്കുന്നതായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതാ ഞാൻ ഷോപ്പിലേക്ക് ഇപ്പോഴായിട്ട് കയറുന്നു, ഷോപ്പ് കാണുന്നതും. നമ്മൾ ഷോപ്പ് എടുത്ത ടൈമിൽ ഒരു വട്ടം ഇങ്ങനെ പോയി കണ്ടിട്ടുണ്ടെങ്കിലും പണി കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ അതായി വിളക്ക് കത്തിക്കണം. അപ്പോൾ ആദ്യം അച്ഛൻ കുഞ്ഞനും കത്തിച്ചു, പിന്നെ അച്ഛൻ കത്തിച്ചു. അതേപോലെ തന്നെ അച്ഛൻ്റെ അമ്മാമ്മയും അച്ചാച്ചനൊക്കെ കത്തിച്ചു. പിന്നെ ഞാനും ഏട്ടനും കാത്തുമ്മയും കത്തിച്ചു. അതേപോലെ അമ്മയും ഉണ്ണികളും കത്തിച്ചു. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു. പക്ഷേ അതിൽ എനിക്ക് തോന്നുന്നു അമ്മ കത്തിക്കുന്നതും ഇവർ കത്തിക്കുന്നതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റി. ഞാൻ വിളക്ക് കത്തിക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എൻ്റെ ഫോൺ ആർക്കും കൊടുക്കാൻ പറ്റിയില്ല. ഫ്രണ്ടിൽ ഫുള്ളും വീഡിയോക്കാരായിരുന്നു. അപ്പോൾ അവരെന്തായാലും അവരുടെ ചാനലിലേക്കുള്ള വീഡിയോ എടുത്തുകൊണ്ടിരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവരെ ശല്യം ചെയ്യണ്ടല്ലോ വെച്ചിട്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ നമ്മൾ കാത്തുമ്മ കരയണു, കാത്തുമ്മയ്ക്ക് അത് ചെയ്യണു ഇത് ചെയ്യണു, ഇങ്ങനെ ഭയങ്കര തിരക്ക് പിടിച്ചൊരു ടൈമായിരുന്നു കേട്ടോ. എന്താ പറയുക, അവർ ഷോപ്പ് എടുത്തപ്പോട്ട് നമ്മളതിൻ്റെ ഓപ്പണിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നമ്മളിങ്ങനെ ഓരോന്നും പ്ലാൻ ചെയ്ത് ഇങ്ങനെ സാരി എടുക്കണം, ഞാൻ ബ്ലാക്ക് സാരി എടുക്കണം, ഓരോന്നും നമ്മളിങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്താണ്. പക്ഷേ നമുക്കവിടെ 1 മണിക്കൂർ 2 മണിക്കൂറാണ് ആകെ നിൽക്കാൻ പറ്റുള്ളൂ. അതിനും കൂടുതൽ ടൈം പോലും നമുക്കവിടെ നിൽക്കാൻ പറ്റിയില്ല. കാത്തുമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട്, പിന്നെ ഉണ്ണിക്ക് വയ്യാത്തതുകൊണ്ടല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് കൂടാനേ പറ്റിയില്ല. അതെന്നെ സമാധാനം. ഞാൻ കൂടാൻ പോലും പറ്റുമെന്ന് വിചാരിച്ചില്ല. അവളെ ഇന്നലത്തെ ക്ഷീണവും കാര്യങ്ങളും കണ്ടപ്പോൾ ദൈവം സഹായിച്ച് അത് പറ്റി. അപ്പോൾ എന്തായാലും കുഞ്ഞിൻ്റെ അച്ഛന് വലിയൊരു ആഗ്രഹമാണ് ഇന്ന് നടന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അവൻ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത്, അവനെ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് അവനൊരു സ്വന്തമായിട്ട് സ്റ്റുഡിയോ വേണമെന്ന്. അപ്പോൾ അത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും അവരെ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കുക. എനിക്കതിൻ്റെ ക്ലിയർ ആയിട്ട് കൂടുതൽ അതിന് പറയാറിയില്ല. അപ്പോൾ എന്തായാലും നോക്കുക. അങ്ങനെ അതേപോലെ വർക്കും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക. വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെഡ്ഡിങ് ബാക്കിയുള്ള എല്ലാ പരിപാടികളും അവൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴേക്കും കഥയ്ക്ക് വെള്ളം ദാഹിക്കണമെന്നുകൊണ്ട് താഴ്ത്തി പോയതാട്ടോ. പക്ഷെ പോകുമ്പോഴേക്കും അവിടെ പുറത്ത് നിറയെ ഛർദ്ദിച്ച് കുട്ടി ആകെ ക്ഷീണമായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവിടെ 1 മിനിറ്റ് നിൽക്കാനുള്ള സമാധാനം ഉണ്ടായില്ല. ഞാനും ഭയങ്കര കരച്ചിൽ തുടങ്ങി. വേഗം തന്നെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോന്നു. തൃശ്ശൂരുള്ള സൈമർ ഹോസ്പിറ്റലിൽ ഞങ്ങൾ നേരെ പോകുന്നു കേട്ടോ. ഇതേപോലെ മുന്നേ നമുക്ക് ഇതിലെ ലൂസ് മോഷനൊക്കെ വന്നപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മരുന്ന് കഴിച്ചതും പെട്ടെന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോയി. അവിടെ എനിക്ക് തോന്നുന്നു അത്രയും നേരണ്ടായിരുന്ന ക്ഷീണം വണ്ടിയിൽ കയറി കുറച്ച് എനിക്ക് കുറച്ച് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയതും ആൾ ഭയങ്കര കളിയായിട്ടാണ്. അവിടെ ഇങ്ങനെ കളിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഭയങ്കര കളിയും അവിടെ കുട്ടികളുടെ കൂടെ കളിച്ച് ചിറിച്ച് കിടക്കണുണ്ട് കഴിഞ്ഞാൽ ഡോക്ടർ ചോദിക്കുമ്പോൾ ആർക്കാണ് വയ്യാത്തതെന്ന്. അവൾക്ക് വയ്യാത്തെന്ന് ഒരാൾ പോലും പറഞ്ഞ് വിശ്വസിക്കില്ല. അത്രയ്ക്കും അവൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ മരുന്നെല്ലാം മേടിച്ച് വേറെ വീടെത്തി കുറച്ച് കഴിയുമ്പോഴേക്കും ആൾക്ക് സ്ഥിരം പോലെ ആൾക്ക് വീണ്ടും വയ്യാതെയായി. ആൾക്ക് ഇതുപോലെ 1-2 വട്ടം വയറ്റുന്ന പോലും ഛർദിയും കാര്യങ്ങളൊക്കെ ആയി. മരുന്നൊക്കെ കൊടുത്ത് കഞ്ഞിയൊക്കെ കൊടുത്ത് ആളെടുത്തുകൊണ്ട് നടക്കുകയാണ്. ആൾക്കിപ്പോൾ വയ്യാതെ അതിൻ്റെ ശേഷം ആൾക്ക് ഇടയ്ക്കാമൊക്കെ എടുക്കുന്നത് ഇഷ്ടമല്ല. ആൾക്കിങ്ങനെ എടുത്തുകൊണ്ട് ആരെയും നടക്കുകയാണെങ്കിൽ ആൾ അത്ര ഓക്കെയാണ്. അതും ആൾ അപ്പന്നെ എടുക്കണം കേട്ടോ. ആൾ അപ്പേരെ പിന്നാലെയൊന്നും മാറില്ല. ആ നേട്ടെടുത്ത് കിടന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ അടുത്ത് അദ്ദേഹം വരാത്തത് ഞാനാണല്ലോ അവൾക്ക് മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ ആൾക്ക് അതിൻ്റെ ഒരു ദേഷ്യം എന്നോട് നല്ല നിലയ്ക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു 2 മണി 3 മണി രക്തോളം ഇങ്ങനെ കുറേ നേരം എടുത്തുകൊണ്ട് നടന്ന് അവളൊന്ന് ഉറങ്ങി വന്ന് നമ്മളാൾക്ക് കിടത്തി ഒരു 1/2 മണിക്കൂറാകുമ്പോഴേക്കും കുട്ടി വീണ്ടും ഛർദ്ദിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഫുഡോ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഛർദ്ദിച്ച് പോയതുകൊണ്ട് തന്നെ കുടിച്ച വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റാൻ നോക്കാണ്ട് മുന്നേ അവളൊന്ന് വേഗം തുടപ്പിച്ച് ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നുണ്ട്. അവൾക്ക് പനിക്കണോണ്ട് തന്നെ തണുക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഞാൻ വേഗം ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ അവളെ മാറ്റി നിർത്തിയിട്ടാണ് ഇനി ബെഡ്ഷീറ്റ് മാറ്റുന്നത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് എന്നും ബെഡ്ഷീറ്റ് മാറ്റില്ല. കാരണം ഛർദ്ദിക്കുക തുടയ്ക്കുക വീണ്ടും മാറ്റിയത് തന്നെ അവസ്ഥ. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വേഗം എടുത്ത് മാറ്റി വേറെ വിരിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഷീറ്റ് ഇടുന്നുണ്ട്. അവിടെ ഇങ്ങനെ നനവ് വന്നതിൻ്റെ
നമ്മൾ ബെഡ്ഷീറ്റും എടുക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു ഷീറ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ പുതിയൊരു ബെഡ്ഷീറ്റ് എടുത്ത് വിരിച്ചിട്ടു കേട്ടോ. അപ്പോൾ കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. ഒപ്പ പൂവ് കൊണ്ടിരിക്കുക. ആൾക്കും ഛർദ്ദിച്ച് പോയി കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഓക്കെയാണ്. അവൾ നല്ല ചിരിച്ച് കളിച്ച് നിൽക്കും. അതിന് തലോണൊക്കെ ഓർമ്മ ആവാത്തോണ്ട് ഞാൻ അതും മാറ്റിയില്ല. മാറ്റണോ ചോദിച്ചെടുത്തോടുന്നു. വേട്ടൻ പറഞ്ഞു വേണ്ട, ഞാൻ രാത്രി ഛർദ്ദിച്ച് അപ്പം മാറ്റാൻ പറഞ്ഞിട്ട് എടുത്തു കൊടുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും അവൾക്ക് ഛർദ്ദിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അവളെടുത്തു. കുറച്ച് നേരമൊക്കെ നടക്കും. അതേപോലെ അവൾക്കുള്ള മരുന്ന് കൊടുക്കുക. അങ്ങനെ തന്നെ കേട്ടോ. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഞങ്ങൾ പോകുന്നത്. നമ്മൾ മക്കൾക്ക് വയ്യാതെ നമ്മൾ എത്രത്തോളം തളരും എന്നുള്ളത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവുക. എനിക്ക് തോന്നുന്നു കാത്തു ജനിച്ചിട്ട് ഈ 2 വർഷത്തിൻ്റെ ഉള്ളിൽ അവൾക്ക് 1-2 വട്ടമാണ് ഇങ്ങനെ അത്രയും വയ്യാതെയാവുന്നത്. ഇതിന് മുന്നേ ഇതേപോലെ ലൂസ് മോഷൻ വന്നിട്ട് തന്നെയാണ് അവൾ ആകെ ക്ഷീണിച്ചിട്ടുള്ളത്. ഈ പ്രാവശ്യം അവൾക്ക് ഇത് തന്നെ പ്രശ്നം. എനിക്കും തോന്നണം എനിക്ക് പനി കാര്യങ്ങളും വന്നാലൊന്നും എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഞാൻ പോവും. ഞാനും ചെറുപ്പത്തിൽ ഈ ലൂസ് മോഷനും കാര്യങ്ങളും വരുമ്പോഴാണ് ഹോസ്പിറ്റലിൽ എത്തുക. അതേപോലെ തന്നെയാണ് നമ്മളെ കാത്തും. അപ്പം എന്തായാലും ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.